ഹലോ അസ്സലാമു അലൈക്കും. റമദാൻ മുബാറക്. അപ്പോൾ ഇന്ന് റമദാൻ ഒന്നാണ്. അപ്പോൾ ഇന്ന് മുതൽ റമദാൻ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാണ്. അപ്പോൾ രാവിലെ അത്താഴം മുതൽ നോമ്പ് തുറക്കുന്നവരുള്ള വിശേഷങ്ങളായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ കാണാം. അപ്പോൾ അത്താഴത്തിന് ദോശ മതി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ രാത്രി ഞാൻ കിടക്കുമ്പോൾ തന്നെ അരി വെള്ളത്തിലിട്ടിരുന്നു. അപ്പോൾ രാവിലെ എണീറ്റ് വേഗം അരച്ചിട്ട് ദോശ ഇടാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ വന്നത്. അങ്ങനെ 4 മണിയാകുമ്പോഴത്തേനും തന്നെ ചായ അതുപോലെ തന്നെ ദോശയും കറിയൊക്കെ സെറ്റായി. ഞാൻ എല്ലാവരും എഴുന്നേറ്റ് വരുമ്പോഴത്തേനും ടേബിളിലെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. അങ്ങനെ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നുള്ളൂ, അതപ്പോൾ തന്നെ കഴുകി വെക്കാമെന്ന് വെച്ചിട്ട് ഇത് കഴുകാൻ വേണ്ടി 4:30 ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ബാങ്ക് കൊടുക്കുന്ന സമയം കൊണ്ട് പെട്ടെന്ന് കഴുകാമെന്ന് വെച്ചിട്ട് അത് കഴുകി വെച്ച് അതിനുശേഷം പിന്നെ 4:30 കഴിഞ്ഞതിന് ശേഷം അടുക്കളയൊക്കെ ക്ലീൻ ചെയ്ത് എല്ലാം വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ എല്ലാം ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് പിന്നെ നിസ്കരിക്കാൻ വേണ്ടി പോയി. അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് കിടന്ന് പിന്നെ ഒരു 7:30 മക്കൾ ക്ലാസ്സിൽ പോകാൻ വേണ്ടി എഴുന്നേറ്റു. മക്കൾ പോയതിന് ശേഷം പിന്നെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തു. പിന്നെ ക്ലീനിങ്ങിന് അടിച്ചു വരാൻ തുടക്കാൻ അങ്ങനെയൊക്കെ നിന്നതിന് ശേഷം ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടേബിളൊക്കെ അറേഞ്ച് ചെയ്ത് അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഫ്രഷ് ആകാൻ വേണ്ടി പോയി. അത് കഴിഞ്ഞ് പിന്നെ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു 2 മണിയാകുമ്പോൾ പിന്നെയും കിച്ചണിൽ കയറി ആദ്യം തന്നെ ഞാൻ കറി വെക്കാൻ വേണ്ടിയിട്ട് കുക്കറിലേക്ക് ഇറച്ചിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അടുപ്പിലേക്ക് വെച്ചപ്പോൾ കറിയാകുന്ന സമയം കൊണ്ട് ഞാൻ വേഗം പത്തിരിക്കുള്ള മാവും കൂടി അവിടെ കുഴച്ച് വെച്ചപ്പോൾ മക്കൾ സ്കൂളിൽ വരുന്ന സമയമാകുമ്പോഴത്തേക്ക് ഇത് റെഡിയാക്കി വെക്കാമെന്ന് വെച്ചിട്ട് അതൊക്കെ റെഡിയാക്കി പത്തിരിയും ചുട്ടെടുത്ത് അതുപോലെ തന്നെ ചിക്കൻ കറി അവിടെ വേവിച്ച് വെച്ചിട്ട് ഇനി അതിൻ്റെ അരക്കണം. തേങ്ങ അരച്ച് വെക്കാമെന്ന് വെച്ചിട്ട് തേങ്ങയും കൂടി ഇതാക്കാനുണ്ട്. അങ്ങനെ ഒരു ഭാഗത്ത് പത്തിരി വിടാനും അതുപോലെ തന്നെ അപ്പുറം ചിക്കൻ കറി തേങ്ങ ഒക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഒഴിച്ചൊന്ന് നന്നായി തിളപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മക്കൾ വരികയാണെങ്കിൽ പെട്ടെന്ന് ഫുഡ് കൊടുക്കാമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ നേരത്തെ തന്നെ ഉണ്ടാക്കാൻ നിന്നത്. അങ്ങനെ പത്തിരിയും കാര്യങ്ങളൊക്കെ ചുട്ട് കഴിയുമ്പോഴത്തേനും തന്നെ 3 മണിയായിരുന്നു. അപ്പോൾ ആ സമയമാകുമ്പോഴത്തേനും മക്കളെ വിളിക്കേണ്ട സമയമായി. അവരെ പോയി വിളിച്ചു വന്നു. പിന്നെ അസംസ്കാരമൊക്കെ കഴിഞ്ഞ് എണ്ണക്കായി ഞാൻ ഫ്രീസറിൽ ഈ തലേന്ന് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പൊരിച്ചെടുത്തു. അതുപോലെ തന്നെ ഇന്ന് ഉന്നക്കായും അതുപോലെ തന്നെ ഇറാനി പോലെ ആയിരുന്നു സ്നാക്സ് ആയിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ അതും ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇറാനി പോളിൻ്റെ റെസിപ്പി ഉന്നക്കായിൻ്റെ ഈ പറയുന്ന പോലെ ഓൾറെഡി അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ ഷോർട്സിൽ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതേ ഒരു 5 മണിയാകുമ്പോഴത്തേനും തന്നെ സ്നാക്സൊക്കെ റെഡിയായി. അപ്പോൾ പിന്നെ ഞാൻ കഞ്ഞിയും കൂടി ഉണ്ടാക്കാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കഞ്ഞിക്കുള്ള വെള്ളം എടുത്ത് വെച്ചു. അതുപോലെ തന്നെ ചൂടായപ്പോൾ അരിയൊക്കെ ഇട്ട് തിളക്കാൻ വേണ്ടി വെച്ചു. അപ്പോൾ അതൊന്ന് തിളച്ച് കഞ്ഞി ഒന്ന് വേവുന്ന സമയം കൊണ്ട് തന്നെ ബാക്കി പാത്രങ്ങളും കാര്യങ്ങളും സ്നാക്സ് അതുപോലെ തന്നെ പത്തിരിയും കറിയൊക്കെ ഉണ്ടാക്കിയ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകിയെടുക്കാൻ വേണ്ടി നിന്ന്. അങ്ങനെ അതൊക്കെ കഴിയുന്ന സമയം കൊണ്ട് തന്നെ ബാങ്ക് കൊടുക്കേണ്ട സമയമായി തുടങ്ങിയിരുന്നു. ഒരു 6 മണി 6:15 അപ്പോൾ പൈനാപ്പിളും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് വെച്ചിരുന്നു ജ്യൂസിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് ഞാൻ ഐസും കൂടി ഇട്ടിട്ട് അതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രഷ് ജ്യൂസിൽ ഞാൻ പൊതുവേ ഷുഗർ ആഡ് ചെയ്യില്ല. അപ്പോൾ പഞ്ചസാര ഇടാതെ ഐസും പൈനാപ്പിളും മാത്രം ഇട്ടിട്ട് ഞാൻ ജ്യൂസ് അടിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്നാക്സൊക്കെ പ്ലേറ്റിൽ സെറ്റ് ചെയ്ത് വെക്കുകയും ചെയ്തു. അപ്പോൾ ബാങ്ക് കൊടുക്കാൻ സമയമായി തുടങ്ങിയിരുന്നു.
അങ്ങനെ ടേബിളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ആ സമയം കൊണ്ട് തന്നെ ബാങ്ക് കൊടുക്കേണ്ട സമയമായി ബാങ്ക് കൊടുത്തിരുന്നു. അപ്പോൾ ഞങ്ങൾ നോമ്പൊക്കെ തുറന്നു. നോമ്പറൊക്കെ കഴിഞ്ഞ് പിന്നെ നിസ്കാരം ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു 8:30 കഴിഞ്ഞപ്പോഴാണ് ഞാൻ പിന്നെയും കിച്ചണിൽ കയറി കഞ്ഞി തേങ്ങാപ്പാൽ ഒഴിച്ച് അതുപോലെ തന്നെ നെയ്യിൽ ചെറിയുള്ളി ഇട്ടിട്ട് താളിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്ത് പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് സെറ്റ് ചെയ്ത് വെക്കാൻ തുടങ്ങി. ഇന്ന് സ്പെഷ്യലായിട്ടുണ്ടായിരുന്നത് പത്തിരി അതുപോലെ തന്നെ ചിക്കൻ കറി പിന്നെ നെയ്ക്കഞ്ഞി ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നോമ്പ് 30 ദിവസം വ്ളോഗ് എടുക്കണം, അപ്ലോഡ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും കൂടി ഉണ്ടാവണം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക.